ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിനും ഒക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ മക്രോണിയുടെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ ചിക്കൻ പാസ്ത എന്ന് പറയാറുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതിലേക്ക് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നന്നായി കുക്കായി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഈ വെള്ളം നമുക്ക് അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇതിലേക്ക് തണുത്ത വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് നമുക്ക് സ്റ്റിക്കി ആവാതെ തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. അത് ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടതൊരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അത് 1 ടീസ്പൂണിനടുത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂണിനടുത്ത് ബട്ടർ ചേർത്തിട്ട് ചിക്കൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ബട്ടറിന് പകരം ഓയിലായാലും മതി. ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൽ ഞാൻ എക്സ്ട്രാ സോസോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ച് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ്. അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഇത്രയും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ഒരു ചെറിയൊരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്, യെല്ലോയും ഗ്രീനും. ഇതിലേക്ക് ക്യാരറ്റ് മാത്രം ഞാൻ ആദ്യം ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അധികം മസാലകളൊന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സോസുകൾ ആഡ് ചെയ്യേണ്ടവർക്ക്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ്, അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഇത് 3 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണിത്. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ നമുക്കൊരു കാര്യങ്ങളും ഇതിലേക്ക് ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടൊരു പാസ്തയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മക്രോണി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി നല്ലതുപോലെ നമ്മുടെ ചിക്കനും അതുപോലെ മക്രോണിയായിട്ട് നല്ലതുപോലെ മിക്സായിട്ട് വരുന്നവരെ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ടിഫിൻ ബോക്സിനായാലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.